അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 7 പച്ചമുളകാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് ചിക്കന് എരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത്. മുളക് ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നങ്ങ് മാറ്റാം. ഇനി ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പിടി വീതം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കൈ വീതമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ വരുത്താം. ഇതിങ്ങനെ നല്ല വഴറ്റിയൊന്ന് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, പുതിനയുടെയും മല്ലിയുടെയൊക്കെ ടേസ്റ്റ് കാരണം. ഇത് നമുക്കിത് പാനിൽ നിന്നങ്ങ് മാറ്റാം. ഇനി ഞാനിവിടെ ഇതുപോലെ മീഡിയം സൈസ് ഒരു ഇഞ്ചിയും 10 കഷ്ണം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും അതുപോലെ മല്ലിയിലയും പുതിനയിലയൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ഒന്നങ്ങ് ചതച്ചെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ തൈര്. അപ്പോൾ നല്ല കട്ടി തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുളി അധികം ഇല്ലാത്ത കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ്റെ മസാല ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ സാലഡ് ചെയ്ത ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളും ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നങ്ങ് ചുട്ടെടുക്കാം. അത് ഞാനിവിടെ പാനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ പറക്കി വെച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഒന്ന് കുക്കായി വരുന്നവരെ ഈ സൈഡ് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിതിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഏതാണ്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ലിഡ് അടച്ചു വെച്ച് തന്നെ ബാക്കിയും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കൻ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ലിഡ് അടയ്ക്കാതെ തന്നെ ഇതൊന്നങ്ങ് മൊരിയിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ. ഇവിടെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തതിന് ശേഷം അതിലേക്കൊരു ചാർക്കോൾ നന്നായിട്ട് കത്തിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ആ സ്മോക്കി ഫ്ലേവർ നമ്മൾ ചെയ്തെടുത്ത ചിക്കനിലേക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അടിപൊളി തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു തന്തൂരി ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഹംനൂസ്
കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്